നമസ്കാരം. ശിവരാത്രി ദിനത്തിലെ ഒരു രഹസ്യമായ പരീക്ഷണത്തിൻ്റെ കഥയാണ് പറയുന്നത്. ഹിമാലയത്തിലെ കൈലാസത്തിൽ ശിവരാത്രിയുടെ അർദ്ധരാത്രി അടുത്ത് വരികയാണ്. ഭക്തർ ഭൂമിയിൽ ജാഗരണം, രുദ്രാഭിഷേകം, ഓം നമഃശിവായ ജപം എന്നിവയിൽ മുഴുകിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പാർവതി ദേവി ശിവഭഗവാനോട് ചോദിച്ചു, നാഥ, ഇന്നത്തെ ദിവസം ഭക്തർ എത്ര സ്നേഹത്തോടെയാണ് ഭഗവാനെ ആരാധിക്കുന്നത്. പക്ഷേ അവരിൽ എത്ര പേരാണ് കുടുംബസ്നേഹമെന്ന ശിവതത്വം മനസ്സിലാക്കുന്നത്? ശിവഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവി പാർവതി, നമുക്ക് ഭൂമിയിൽ ഇറങ്ങി നോക്കാം. ശിവരാത്രി വ്രതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ആരാണ് അറിയുന്നതെന്ന്. ശിവനും പാർവതിയും കൂടെ ഗണേശനും കാർത്തികേയനും മനുഷ്യരൂപം ധരിച്ച് അവർ ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് ചെന്നു. ഗ്രാമത്തിൽ ശിവക്ഷേത്രം ചുറ്റിപ്പറ്റി അവിടെ ഒരു ചെറിയ കുടുംബം താമസിച്ചിരുന്നു. പിതാവ് ഉപവസിക്കുകയായിരുന്നു. അമ്മ അഭിഷേകത്തിന് പാലും വെള്ളവും ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നു. കുഞ്ഞ് ഓം നമഃശിവായ മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ വീട്ടിൽ ചെറിയൊരു തർക്കം നടക്കുന്നു. വ്രതം പാലിക്കുന്നതിൽ കൂടുതൽ ആരാണ് ഭക്തിയുടെ നിറവിൽ നിൽക്കുന്നത് എന്ന തത്വം. അർദ്ധരാത്രിയിൽ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ ഒരു വയോധിക ദമ്പതികളും 2 കുട്ടികളും സഹായം ചോദിച്ച് അവിടെ നിൽക്കുകയാണ്. ഈ വയോധിക ദമ്പതികളും കുട്ടികളും കുടുംബത്തിലെ ആളുകളോട് സഹായം അഭ്യർത്ഥിച്ചു. അവർ ചിന്താക്കുഴപ്പത്തിലായി. ക്ഷേത്രത്തിൽ പോയി അർദ്ധരാത്രിയിൽ പൂജ ചെയ്യുക, അതാണോ വേണ്ടത്, അതോ ഈ ദമ്പതികളെ സഹായിക്കുകയാണോ വേണ്ടതെന്ന് പിതാവ് ആദ്യം ആശയക്കുഴപ്പത്തിൽ ആയി. അമ്മ പറഞ്ഞു, ശിവൻ കരുണയുടെ രൂപമാണ്. ഇവരെ സഹായിക്കുന്നത് തന്നെ ശിവപൂജയാണ്. അവർ വ്രതം താൽക്കാലികമായി നിർത്തിവെച്ച് ആ ദമ്പതികളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം നൽകി വിശ്രമിപ്പിച്ചു. പിന്നീട് ആ കുടുംബത്തിൻ്റെ മുൻപിൽ ദിവ്യമായ ഒരു പ്രകാശം വന്നു. വയോധികനായി വന്നത് ശിവഭഗവാനായിരുന്നു. വയോധിക പാർവതി ദേവിയുമായിരുന്നു. കുട്ടികൾ ഗണേശനും കാർത്തികേയനുമായിരുന്നു. ശിവഭഗവാൻ പറഞ്ഞു, ശിവരാത്രി ജാഗരണം മാത്രമല്ല, കരുണ, കുടുംബസ്നേഹം, സഹായ അനുഭൂതി, ഇതാണ് യഥാർത്ഥ ശിവതത്വമെന്ന് പാർവതീദേവി അനുഗ്രഹിച്ചു. ശിവകുടുംബം ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളുടെ കുടുംബവും സ്നേഹത്തോടെ നിൽക്കട്ടെ എന്ന്. ശിവരാത്രി ദിനത്തിലെ വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ച് പല തർക്കങ്ങളും നമ്മൾ കാണുന്നുണ്ട്. രാത്രി മുഴുവൻ ജാഗരണം വേണമോ? കഠിന ഉപവാസം നിർബന്ധമാണോ? ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുവാൻ പാടില്ലേ? എന്നിങ്ങനെ പല അഭിപ്രായങ്ങൾ. എന്നാൽ ശിവതത്വം നമ്മെ പഠിപ്പിക്കുന്നത് കടുത്ത നിബന്ധനകളല്ല, ആന്തരികമായ ശുദ്ധിയും ഭക്തിയുമാണെന്നാണ്. ശിവൻ കാരുണ്യമൂർത്തിയാണ്. ഭക്തൻ്റെ അവസ്ഥയും ആരോഗ്യവും മനസ്സിലാക്കുന്ന ദൈവം തന്നെയാണ്. ശരീര ശക്തിയില്ലാത്തവർ കഠിന ഉപവാസം അനുഷ്ഠിക്കേണ്ടതില്ല. സാധ്യമായ രീതിയിൽ ലളിതമായ ആചാരങ്ങളോടെ വ്രതം ആചരിച്ചാൽ മതിയാകും. ശിവകുടുംബം ഭൂമിയിലിറങ്ങി ഒരു കുടുംബത്തെ പരീക്ഷിച്ച കഥ നമ്മൾ പറഞ്ഞതുപോലെ അവിടെ യഥാർത്ഥ ശിവാരാധന എന്നത് കാരുണ്യവും സഹാനുഭൂതിയുമായിരുന്നു. ഉപവാസം ഉപേക്ഷിച്ച് മറ്റുള്ളവരെ സഹായിച്ചതാണ് അവർക്കുള്ള മഹാപുണ്യം. അതുപോലെ തന്നെ
ശിവരാത്രി വ്രതത്തിൻ്റെ ആത്മാവ് ഉപവാസം, ജാഗരണം, രുദ്രാഭിഷേകം എന്നിവയ്ക്കൊപ്പം മനസ്സിലെ ദോഷങ്ങൾ ഉപേക്ഷിക്കുക എന്നതാണ്. കോപം, ദേഷ്യം, ക്രോധം എന്നിവ ഒഴിഞ്ഞ് കുടുംബസ്നേഹത്തോടെ ക്ഷമയോടെ കഴിയുന്നതാണ് ശിവനെ സന്തോഷിപ്പിക്കുന്നത്. ശിവരാത്രി വ്രതം ആചരിക്കുമ്പോൾ നിർബന്ധപൂർണമായ കടുത്ത നിയമങ്ങളെക്കാൾ ആത്മാർത്ഥതയ്ക്കാണ് പ്രാധാന്യം. ആരോഗ്യപ്രശ്നമുള്ളവർ ഫലം, പാല്, കഞ്ഞി എന്നിവ ഉപയോഗിച്ച് ലളിതമായി വ്രതം പാലിക്കാം. കഴിയുന്നവർ ജാഗരണം ചെയ്യുക. കഴിയാത്തവർ ശിവനാമസ്മരണയോടെ ഉറങ്ങാം. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രം ഭക്തിയോടെ ജപിക്കുന്നത് തന്നെ മഹത്തായ പൂജയാണ്. ശിവൻ ഭക്തൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു. കഠിന അനുഷ്ഠാനങ്ങൾക്ക് അവിടെ പ്രാധാന്യമില്ല. അതുകൊണ്ട് ഈ ശിവരാത്രിയിൽ നമ്മൾ ഓർക്കേണ്ട സന്ദേശം ശിവകുടുംബം പോലെ ഐക്യവും സ്നേഹവും കരുണയും നിറഞ്ഞ ജീവിതം നയിക്കുക. വ്രതം ഭയത്താലല്ല, ഭക്തിയാൽ ആചരിക്കണം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ എനിക്ക് കഴിയുന്നതെന്ത് എന്ന ചിന്തയോടെ മുന്നോട്ട് പോകുക. അതാണ് യഥാർത്ഥ ശിവാരാധന. അതാണ് ശിവരാത്രിയുടെ ആത്മാർത്ഥമായ സാരവും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓം നമഃശിവായ എന്ന് കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്.